मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ടെസ്റ്റിന് വേണ്ടി തയ്യാറല്ലേ? അതെ, ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ ടെസ്റ്റ് എവിടെയാണ്? ഇത് ആർക്കാ എഴുതി കൊടുക്കട്ടെ? പമ്പര വിട്ടി, ഇത് കമാൻഡോ ട്രെയിനിങ് ടെസ്റ്റ് ആണ്. ഞാൻ ആകെ ടെസ്റ്റ് പാസ്സായത് സ്കൂളിൽ മാത്രമാണ്. ഇവിടെ ഇപ്പൊ ഈ ഹെലികോപ്റ്ററിൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരു ടീച്ചർ പോലും ഇല്ലല്ലോ. എടാ, ഇത് സ്കൂളിലെ ടെസ്റ്റ് അല്ല, കമാൻഡോ ടെസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കാട്ടിലെ കോട്ടേജിൽ നമ്മുടെ ടാർഗറ്റ് ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ കണ്ടുപിടിച്ച് കൊല്ലണം. നിങ്ങളെല്ലാവരും ജമ്പ് ചെയ്യാൻ തയ്യാറല്ലേ? എന്നാ ചാടിക്കോ. ഇത് തുറയുന്നില്ലല്ലോ. ഒന്ന് തുറന്നു വാ. ഈ പാരച്യൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. എടാ, ഇത് ഇങ്ങനെയാണ് തുറക്കേണ്ടത്. കുടുങ്ങി. എങ്ങനെയാണ് ഇതിൽ നിന്ന് വിടുപെടുക? അതോ നിൽക്കുന്നു. ശത്രുക്കൾ നമ്മളെ കണ്ടു കഴിഞ്ഞു. വേഗം ഓടിക്കോ. അവർ നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഓടിക്കോ. എടാ, അത് എടുത്തെറിയ, അല്ലെങ്കിൽ ഇവിടെ തന്നെ പൊട്ടിത്തെറിക്കും. Follow me. ആ കോട്ടേജിലാണ് നമ്മുടെ ടാർഗറ്റ്. നിങ്ങൾ ഇപ്പോൾ തന്നെ മിഷന് തയ്യാറായിരിക്കുകയാണ്. പക്ഷെ എന്താണ് മിഷൻ? നിങ്ങളുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയാൽ മതി, എല്ലാം അറിയാൻ കഴിയും. ഓക്കേ സർ. ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യൂ സർ. സോറി, വയറിന് നല്ല സുഖമില്ല. സർ, ഞങ്ങളിതാ എത്തി. എത്ര സമയം കൊണ്ട് കാത്തിരിക്കുകയാണ്? ഇദ്ദേഹമാണ് നമ്മുടെ ക്രൈം ബ്രാഞ്ച് ചീഫ്. ഹലോ സർ. സോറി, വയറിന് നല്ല സുഖമില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് ശരിയാക്കാൻ കഴിയില്ല. സാർ ഡോക്ടർ ബാലുവിനെ വിളിക്കൂ. ഇവർ അത് ചെയ്യുമോ? തീർച്ചയായും സർ, ഇവരെ കൂടെ തീർച്ചയായും കഴിയും. ഈ ഹണി മാത്രമാണ് ഡോങ്കി. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ കാലിയെ പിടിക്കണം. ആരാ ഈ കാലിയ? അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇതാണ് കാലിയ.
ഇത് ഡോക്ടർ ബാലു ആണല്ലോ. ഇല്ല, ഇവനാണ് കാലിയ. ഇവൻ താജ്മഹലിനെ കുതിപ്പിനാറി 12,000 കോടിക്ക് വെച്ചിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. 15,000 കോടി രൂപയോ? ഇതൊരു വലിയ തുക തന്നെയാണല്ലോ, സംശയമുണ്ടോ? ഈ ഷൗട്ട് ചെയ്യേണ്ട, നടന്നത് സത്യം തന്നെയാണ്. പണക്കാരെ ഇവൻ ഊറ്റും. നമ്മുടെ നാടിന് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുകയാണ് ഇവൻ. ഇപ്പോൾ കാലിയെ പാരീസിലുണ്ട്. അവനെന്തായാലും പാരീസിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. എന്നാ പോയി നേരിട്ട് പിടിച്ചാ പോരെ. മറ്റൊരു രാജ്യത്ത് പോയി ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിക്കില്ല. സോറി, വയറിനത്ര സുഖമില്ല. എന്നാ വയറ് ചികിത്സിച്ച് ഭേദമാക്കിട്ട് പോയി പിടിച്ചാ മതി. അങ്ങനെ പോയി പിടിക്കുകയാണെങ്കിൽ വലിയ പ്രോസസിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പാരീസിലേക്ക് അയച്ച് അവനെ പിടിക്കാന്ന് വിചാരിച്ചത്. എങ്കിലൊരു തോക്കും കൂടി തന്നേക്ക് അവനെ വെടിവെച്ചിട്ട് പിടിക്കാൻ ഞങ്ങള്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവനെ പിടിക്കാന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മനസ്സിലായോ നിനക്ക്? എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന. പിടിക്കും സർ. ഇവർ ഒരുപാട് ക്രിമിനൽസിനൊക്കെ പിടിച്ചിട്ടുണ്ട്. അവിടെ എന്റെ അനുജൻ എഫ് ഇവരെ സഹായിക്കും. ഞാൻ അവനെല്ലാ കാര്യം ഇൻഫോം ചെയ്തു. നിങ്ങൾ അവിടെ എത്തുമ്പോൾ അവൻ നിങ്ങളെ വന്ന് കാണും. ഓക്കെ, കാലിയ വളരെ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഫേക്ക് ഐഡന്റിറ്റിയിലാണ് പറഞ്ഞു വിടുന്നത്. അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? അതിന്റെ ആവശ്യമുണ്ട്. സോറി, വയറത്ര ശരിയല്ല. സാറിന്റെ വയറിനാണ് പ്രോബ്ലം ഉള്ളത്. അതിന് ചേഞ്ച് ചെയ്യുന്നതോ ഞങ്ങളുടെ ഐഡന്റിറ്റിയും. അദ്ദേഹത്തിന്റെ വയറ്റ് പ്രശ്നം ഉള്ളത് കൊണ്ടല്ല മാറ്റിയത്. നിങ്ങൾ ഞങ്ങളുടെ ആളാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനെ പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അമേരിക്കയിലെ റിച്ച് ബിസിനസ്മാൻമാരാക്കിക്കൊണ്ടുള്ള ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി തരും. അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കും. അത് കണ്ട് നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റാൻ കാലിയെ നിങ്ങളെ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യും. അത് ഒന്നുകൂടി വ്യക്തമാക്കണം. ഞങ്ങൾ പല രാജ്യങ്ങളുടെയും മോണുമെന്റ്സ് വാങ്ങിക്കാറുണ്ടെന്ന്. പിന്നെ പാരീസിലെ ഐഫിൽ ടവറും വാങ്ങിക്കുന്നുണ്ട്. അന്ന് വെച്ചെന്ത് ചെയ്യാനാ? അയാൾക്ക് ഇവിടുത്തെ താജ്മഹലും കുത്തബ് മിനാറും വിൽക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഐഫിൽ ടവറും വിൽക്കാൻ അയാൾ വരും. ഐ തിങ്ക് നിങ്ങൾ ഇക്കാര്യം തീർച്ചയായും ചെയ്യും. സോറി, അറിയാൻ വയറ് ശരിയല്ലെന്നല്ലേ. വേഗം തന്നെ ഞങ്ങളുടെ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടത് വൈറലാക്കൂ. എങ്കിലേ ഞങ്ങൾക്ക് പാരീസിൽ പോയി കാലിയയെ പിടിക്കാൻ പറ്റൂ. ഓക്കെ. കാലിയ, ഞങ്ങൾ ദാ വരികയാണ്. എന്റെ ലക്കി സ്റ്റോൺ. എന്റെ ലക്കി സ്റ്റോൺ എന്തിനാ തട്ടിക്കളഞ്ഞേ? ലക്കി സ്റ്റോണോ? നീ എന്റെ സ്റ്റോൺ താഴെയിടുമല്ലേ? ഞാൻ അതിന് അറിഞ്ഞോണ്ടൊന്നും ചെയ്തതല്ലോ. ഇത് നീ അറിഞ്ഞോണ്ട് തന്നെ എന്നെ വീഴ്ത്തിയല്ലേ? എന്റെ സ്റ്റോൺ ദാ മുകളിലേക്ക് തെറിച്ചു പോയി. അതും നീ കാരണമാടാ. അയ്യോ, എന്റെ ലക്കി സ്റ്റോൺ നീ കാരണമാ പോയെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയാണ്ടൊരു അബദ്ധം പറ്റിയതാണെന്ന്. എന്റെ ലക്കി സ്റ്റോൺ ദാ കിട്ടി. അയ്യോ, ഇതെവിടേക്കാ കൊണ്ടുപോകുന്നേ? അയ്യോ, ഒന്ന് നിക്കണേ. ഇത് തന്നെയാ ഞാൻ അന്വേഷിച്ചോണ്ട് നടന്നത്, എന്റെ ലക്കി സ്റ്റോൺ. ഇങ്ങ് വരൂ. ഈ സ്റ്റോൺ അല്ലെങ്കിൽ ലക്കിയാണ്. ഇത് വായിൽ പോയപ്പോൾ ദാ ഇവരെ കിട്ടി. നോക്കൂ, ഇതാണ് ഛോട്ടാഭായിയും മോട്ടാഭായിയും. ഇവരിപ്പോൾ ലോകത്തിലെ വലിയ കോടീശ്വരന്മാരാണ്. ഇപ്പോൾ ഇവർ പാരീസിലുണ്ട്. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ വരൂ ചക്കു. നീ ഒന്നും പറയണ്ട, ഞാൻ പറയും. കാരണം നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? പിന്നെ ഞാൻ പറയുന്നതിലാണ് കാര്യം. അപ്പോൾ എന്താണ് നിന്റെ അഭിപ്രായം? ആരാണ് പറയേണ്ടത്? സാറ് പറഞ്ഞോ.
അടിപൊളി. നീ ബുദ്ധിമാനാണ്, ശക്തിമാനാണ്, സ്പൈഡർമാനാണ്, വിവരമില്ലാത്തവനാണ്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. കാര്യം കേട്ടോ, ഇവർ ലോകത്തിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ സഹോദരങ്ങളുടെ കൂടെ ഐഫൽ ടവർ വാങ്ങാൻ വന്നിരിക്കുകയാണ്. എന്നാ പിന്നെ നമുക്കതങ്ങ് വിൽക്കാം. ഇങ്ങോട്ട് വരൂ. ഇത് ചിലപ്പോൾ ഒരു ട്രാപ്പ് ആയിരിക്കും. അവരെ നിങ്ങൾ നിരീക്ഷിക്കണം. അഥവാ ഇത് ട്രാപ്പ് അല്ലെങ്കിൽ നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും, അതും ഡോളർ. വേഗം പോ. അവരുടെ ഹോട്ടലിൽ പോയി ഒളിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾ അറിയണം. വാ പപ്പു, നമുക്ക് പോവാം. എല്ലാം പറഞ്ഞതുപോലെ. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്. കണ്ടില്ലേ കൊച്ചളിയ, ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിൽ തന്നെയാണ്. ഇതിനാണ് പറയുന്നത്, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. സംശയമുണ്ടോ? ജോലിക്കാരന്റെ വേഷം അവന് കൊടുത്താൽ മതിയെന്ന് ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതായിരുന്നു. ഇനി ഇവൻ എന്തൊക്കെ മണ്ടത്തരം കാണിക്കുമെന്ന് ആർക്കറിയാം. എടാ കഴുതേ, നമ്മള് പണക്കാരാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ ഞാൻ പറഞ്ഞേ. അവർ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവണം. ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സൂത്രം നമുക്ക് ഒപ്പിക്കാം. തീർച്ചയായും ഇവിടെ കാലിയുടെ ആൾക്കാർ നമ്മളെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. സംശയമുണ്ടോ? ഇത് നല്ല ഐഡിയ ആണ്. ഈ ജ്യൂസിന്റെ അകത്ത് ഒരു ഈച്ചയെ ഞാൻ പിടിച്ചിടാം. ബണ്ണി, നീ ഇവിടെ തന്നെ പ്രശ്നമുണ്ടാക്ക്. ഈ ഹോട്ടലിൽ തന്നെ നീ വാങ്ങിച്ചോളാം പറഞ്ഞേക്ക്. ആ ശരി, ഓക്കെ ഓക്കെ. മാനേജർ, വേഗം ഇങ്ങോട്ട് വരൂ. മാനേജർ, What happened, sir? ഈ ജ്യൂസിൽ എന്താ ഇത്? ഒരു ഈച്ച കിടക്കുന്നു. Sorry, sir. I don't know Hindi. Only French or English. ഫ്രഞ്ച് ഓർ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാനാ? ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലല്ലേ സംസാരിക്കാൻ പറ്റൂ. Just a second. I'll be there. May I help you, sir? ഞങ്ങൾക്ക് തന്ന ഈ ജ്യൂസിൽ ഈച്ചയുണ്ട്. സാർ, അത് ചിലപ്പോൾ പറന്നു വന്ന് വീണതായിരിക്കും. ഇതവർ തന്നെയാണ്. ഏതായാലും ഇവരിലൊരു കണ്ണ് എപ്പോഴും വേണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ തന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഓ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഈ ജ്യൂസിന് ചാർജ് ചെയ്യില്ല. ഇത് തികച്ചും ഫ്രീ ആണ്. ഓക്കേ. ഡാഡിക്ക് ഭയങ്കര ഭാരമുണ്ട്, അതുകൊണ്ട് വി കാൻ ഫ്ലൈ. എന്റെ പ്ലേറ്റിൽ കൊണ്ട് ഏച്ചിടുന്നോളാം. നിന്നെ ഇന്ന് ഞാൻ. What is this? I'm sorry. Oh no! നീ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ വിഗ് കഴിക്കലടാ. ഇന്ന് നിന്റെ കാര്യം പോക്കാ. എന്റെ ഗേൾ ഫ്രണ്ടിനെ കളിയാക്കുന്നോടാ. എന്നെ അവൻ തള്ളിയിട്ടതാ. ഓ, എന്നെ എറിയുന്നു. ദാ ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. പിടിച്ചോ.
ഇത് പിടിച്ചോ. No, stop it. No, stop it. No, stop it. Please stop it. Oh, please. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ചെയ്തൊക്കെ നിർത്തുവോ പ്ലീസ്? പ്ലീസ്, who are you? ഐ എം ഫൈൻ താങ്ക്സ്. എടാ ഹൗ ആർ യു എന്നല്ല, ഹു ആർ യു എന്നാ അയാൾ ചോദിച്ചത്. സംശയമുണ്ടോ? ഓ, എന്റെ പേര് ഹണി. ഖനിലാൽ പാനിപാൽ പട്ടേൽ മോട്ടേബായ്. ഞാൻ ബനിലാൽ ചകൻലാൽ ഗോട്ടാലിയ പട്ടേൽ. ഞാൻ അനിയനാണ്. പിന്നെ ഇത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഹായ്. ഹായ് അല്ല മോട്ടാ ഭായ്, നമുക്ക് മറ്റേ ഹോട്ടൽ തന്നെ മതിയായിരുന്നല്ലേ? നീ പറഞ്ഞ ശരിയാണ്. എനിക്കും ഇവരെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടേയില്ല. വാട്ട്? സോറി, എനിക്കൊന്നും മനസ്സിലായില്ല. ആ ദേ ആ കാണുന്ന മരത്തിന്റെ പുറകിൽ കാലിയയുടെ ആൾക്കാരുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ദാ പിടിച്ചോ 1000 കോടി രൂപയുടെ ഒരു ചെക്ക്. 1000 crores? എന്തിനാണ് സാർ? ഈ ഹോട്ടൽ ഞങ്ങൾ ഇങ്ങ് വാങ്ങി. സംശയമുണ്ടോ? ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. നാളെ ഐഫൽ ടവർ വാങ്ങാൻ പോവുകയാണ്. സംശയമുണ്ടോ? ഈ വലിയ ഹോട്ടൽ അവർ വാങ്ങി, അതേതായാലും കലക്കി. ഇനി അങ്ങോട്ട് എന്തൊക്കെയാ കാണാൻ കിടക്കുന്നത്? 1000 രൂപയ്ക്ക് നിസ്സാരമായവർ ഈ ഹോട്ടൽ വാങ്ങി. ഇനി നമ്മൾ അങ്ങോട്ട് ഇവരുടെ പിറകെ തന്നെ. വരൂ, നമുക്ക് ബോസിനോട് പറയാം. ബോസിന് സന്തോഷാവും. ആദ്യം ഞാൻ ബോസിനോട് പറയും. അല്ല, ഞാൻ പറയും. അല്ല, ഞാൻ ഞാൻ തന്നെ പറയാം. ഇൻഫർമേഷൻ ശരിയാണ്. അത് അവർ തന്നെയാണ്. ആണോ? അതേ ബോസ്, അവർ വലിയ കോടീശ്വരന്മാരാ. അതിലും വലിയ മണ്ടന്മാരും. പപ്പു, ഇങ്ങോട്ടൊന്ന് വരൂ. ഒരു കാര്യം പറയാം. ഞാൻ ഇവനോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ നീ എന്തിനാണ് കയറി സംസാരിക്കുന്നത്? അത് വളരെ തെറ്റാണ്. ഞങ്ങളുടെ സംസാരം കഴിഞ്ഞാലുടൻ ഞാൻ നിന്നോട് സംസാരിക്കുന്നതാണ്. മനസ്സിലായോ? മാറി നിൽക്കടാ. ഇനി നീ പറ. അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അവരാ വലിയ ഹോട്ടൽ വാങ്ങിയത് $1 കോടി. അപ്പൊ പിന്നെ പറയണോ? അവര് കോടീശ്വരന്മാരാണ് ബോസ്. നാളെ അവര് ഐഫിൽ ടവർ വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. ആദ്യം ഞാൻ നേരിട്ട് ചെക്ക് ചെയ്യാം, എന്നിട്ടേ വിശ്വസിക്കൂ. അത് കഴിഞ്ഞ് എനിക്ക് സ്വയം വിശ്വാസമായാലേ അവർ കോടീശ്വരന്മാരാണോ അല്ലയോ എന്ന് ഞാൻ വിശ്വസിക്കൂ. വരൂ, നമുക്ക് പോയി വേഷം മാറാം. നമുക്ക് ഗെയിം തുടങ്ങാം. പിടിച്ചോ എന്റെ ആന. ഇതാ ഞാൻ മന്ത്രിയെ നീക്കിയിരിക്കുന്നു. ചിന്തിക്ക് ചിന്തിക്ക്. ഇതാ പിടിച്ചോ ചെക്ക്. ബോസ്, നമ്മൾ ഇവിടെ എത്തിപ്പോയി. എന്റെ ദേഹത്തൊന്ന് മാറാ. എന്തിനാ പല്ലിച്ച് കാണിക്കുന്നേ? പോയി അവരെ ശ്രദ്ധിക്ക്. ബോസ്,
ഇത് അവർ തന്നെയാണ്. വളരെ നല്ല കാര്യം. എന്റെ കൂടെ വാ. നാലു പേര് ചേർന്ന് ചെസ് കളിക്കുന്നത് ഇത് ആദ്യമായിട്ടാ കാണുന്നത്. കാണാൻ നല്ല രസമുണ്ടല്ലേ? അയ്യോ അനിയ, എന്റെ കുതിര ദാ പോയി. സാരില്ല അനിയ, അതൊരു 500 രൂപയുടെ കുതിരയല്ലേ. ദാ ഇപ്പൊ പടയാളി ഉണ്ടല്ലോ. എനിക്ക് 2000 പടയാളികളെ വേണം. ശരി, 1000 എണ്ണത്തിന് ഞാൻ തരാം. എന്താ, സമ്മതിച്ചോ? അതെ അനിയ, ബിസിനസ്സിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. നമുക്ക് 2000 തന്നെ വേണം. സംശയമുണ്ടോ? എന്നാ ശരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നമുക്ക് 15000 രൂപയ്ക്ക് ഉറപ്പിക്കാം. ഹലോ. ആരാ നിങ്ങളൊക്കെ? എന്റെ പേര് കാലാബാലുഭായ് ബൗസർ. ഇത് വേഷം മാറി വന്ന കാലിയ വല്ലതുമാണോ? ലണ്ടനിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ലണ്ടനിലെ ഐറ്റംസ് ഒരുപാട് ഇഷ്ടമാണ്. ദാ ഞാനും വാങ്ങിയിട്ടുണ്ട്. ഈ തൊപ്പിക്ക് $5000 $5000? അതെ, അത് $10 ആയിരുന്നു. ഞങ്ങൾ വില കുറഞ്ഞത് വാങ്ങാറേ ഇല്ല. അതുകൊണ്ടാണ് $5000 കൊടുത്തത്. അല്ലേ അനിയ? അതെ, ന്യൂയോർക്കിൽ 2 കോടി രൂപയുടെ വീട് ഞങ്ങള് 20 കോടി രൂപയ്ക്കാ വാങ്ങിയത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, മൊത്തം 20 കോടിയോ? നിങ്ങൾക്ക് അമേരിക്കയിൽ വീടുണ്ടോ? ഇല്ല, ന്യൂയോർക്കിൽ മാത്രം. ന്യൂയോർക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോ പോയാലും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലാണ് താമസം. അതെ, ഇപ്രാവശ്യവും ഞങ്ങൾ ഐഫിൽ ടവറിലാണ് താമസിക്കാൻ പോകുന്നത്. നല്ല രസമായിരിക്കും, അടിച്ചു പൊളിക്കാം. ഇനി താമസിക്കാൻ പറ്റില്ല. എന്റെ അനിയൻ ആ ടവർ വാങ്ങാൻ പോവുകയാണ്. ആ? വാങ്ങാൻ പോകുന്നെന്നോ? പക്ഷെ കാലിയ സാർ വിൽക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. മിണ്ടാതിരിക്കടാ. കാലിയ സാറോ? വേഗം രക്ഷപ്പെട്ടോ, പദ്ധതി പൊളിഞ്ഞു, ഓടിക്കോ. എന്റെ സംശയം പൊളിഞ്ഞു. ഇത് കാലിയ തന്നെയായിരുന്നു. പാണ്ഡ സാറിനെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഹലോ പാണ്ഡ സാറേ, അത് കാലിയ തന്നെയാണ്. അവനെ വേഗം പിടിക്കേ. എന്റെ പേര് കാലാബാലുഭായ് ബൗസർ. സാറ് പറഞ്ഞില്ലേ, അത് സത്യമാണ്. അതെ. ഒരിക്കൽ അതേ പറഞ്ഞാ മതി. ഞാൻ 2 പ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ 2 പ്രാവശ്യം പറഞ്ഞാ മതി. ഇയാള് ഇങ്ങനെ ചിരിക്കുന്നത് ഇയാളുടെ ഒരു സ്റ്റൈലാണ്. ഓഹോ, അപ്പൊ ഇൻസ്പെക്ടർ നിങ്ങൾ സ്റ്റൈലൊക്കെ കാണിക്കുമല്ലേ? ഇൻസ്പെക്ടറോ? അതെ, ഇൻസ്പെക്ടർ ഫ്രാൻസിസ് പാണ്ട ഫ്രം ഫ്രാൻസ് പോലീസ്. താങ്കളാണ് ഇൻസ്പെക്ടർ പാണ്ഡ. അപ്പോൾ അതാരാണ്? ആരാ? അല്ല, ഇവരെങ്ങോട്ടായി പോകുന്നത്? അത് കാലിയാണ്. സാറിനൊരു തൊപ്പിയും വെച്ച് തന്നു. സംശയമുണ്ടോ? എനിക്കിട്ടോ? അതൊക്കെ ഇടുന്നത് നിങ്ങളാണ്. ഇതിന്റെ പേര് ഹാറ്റ് എന്നാണ്. സാറും രക്ഷപ്പെട്ടു പോകുന്നു. വേഗം പിടിക്കേ. വളരെ കഷ്ടപ്പെട്ടാണ് അവന്മാര് കണ്ടെത്തിയത്. അവന്മാരെ വിടാനേ പാടില്ല. അയ്യോ, കബഡി 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 കബഡി. ഓഹോ, എന്റെ അടുത്ത് കബഡി കളിക്കാണോ നീ? ഞാൻ ആരടുത്ത് കാണിച്ചു തരാം. കബഡി 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 കബഡി. ഓ, കബഡി 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 കബഡി. ഒരു മിനിറ്റ്, ഒന്ന് താഴേക്ക് നോക്കി. നിങ്ങൾ ഔട്ടായിരിക്കുന്നു. അവൻ ജയിച്ചു. അയ്യോ, ആ കാലിയെ വീണ്ടും രക്ഷപ്പെട്ടു. നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടാക്കി ആ മോട്ടാബായിനെ. അയ്യോ, നീ ഇങ്ങോട്ട് വരൂ. അവിടെ വെച്ച് പറയേണ്ട കാര്യം അവിടെ പറയാതെ ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പോഴവരില്ല, പിന്നെ മൊഴിഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ വൃത്തികെട്ട വാക്കും പഴയ ചാക്കും ഒരുപോലെയാ. മിണ്ടാതെ അവിടെ കണ്ടപ്പോഴേ അടങ്ങിയിരുന്നോണം. ഞാൻ നേരിട്ട് മോട്ടാ ഭായിയെ വിളിച്ച് സംസാരിച്ചോളാം. ഹലോ, മോട്ടാ ഭായിയോട് ഒന്ന് സംസാരിക്കണം. ഏത് മോട്ട? ഇത് റോങ് നമ്പർ ആണ്. സംശയമുണ്ടോ? വളരെ പാടുപെട്ടാണ് ഞങ്ങൾ ഈ നമ്പർ കണ്ടെത്തി ഇതിലേക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങൾ പറയുന്നു ഇത് റോങ് നമ്പർ ആണെന്ന്. അപ്പോഴിത് മോട്ടാ ഭായിയുടെ നമ്പർ അല്ലേ? എടോ, തനിക്ക് ഞാൻ എഴുതി തരണോ? ഇവിടെ അങ്ങനെ മൊട്ടത്തല്ലാനായിട്ട് ആരുമില്ല. എല്ലാവർക്കും മുടിയുണ്ട് കേട്ടോ.
എടാ നീ എന്തായി ചെയ്തേ? ഈ ഹണിയാണ് മോട്ടാഭായ്. നിനക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നില്ലടാ. നിനക്ക് ഓർമ്മിച്ചു വെച്ചൂടെ? ഈ ഫേക്ക് ഐഡന്റിറ്റി വലിയ പ്രശ്നമായി തീരും. ആ കാലിയായിരിക്കും വിളിച്ചത്. ഇവനത് കട്ട് ചെയ്ത് കളഞ്ഞു. നിനക്ക് പറ്റിയ അബദ്ധത്തിന് നീ എന്തിനാടാ എന്നെ തല്ലിയത്? നിന്നെ ഞാനൊന്ന് വെറുതെ വിടില്ല. അയ്യോ, അമ്മേ. അടുത്തത് നീ എന്റെ കൂടെ പിടിച്ചോ. ഹലോ, ഹണി ഹിയർ. ഏത് ഹണി? അപ്പോഴിത് മോട്ടാഭായിയുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോട്ടാബായിയുടെ ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് സംസാരിക്കുന്നത്. എന്തിനാ സംസാരിക്കുന്നത്? എനിക്ക് മോട്ടാഭായിയോടാണ് സംസാരിക്കേണ്ടത്. മോട്ടാഭായ് സംസാരിക്കട്ടെ, പിന്നെ ഞാൻ സംസാരിക്കും, പിന്നെ മോട്ടാഭായ്. ഇപ്പൊ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കൂ. ആ കാലിയാണ് വിളിക്കുന്നത്. ഇത് മോട്ടാബായിയുടെ നമ്പറാണെന്ന് അയാൾ ശരിക്കും വിശ്വസിച്ചിരിക്കുകയാണ്. ഹലോ, ഞാൻ മോട്ടാബായിയാണ് സംസാരിക്കുന്നത്. ഇതാരാണ്? ഞാൻ മിസ്റ്റർ കാലിയാണ് സംസാരിക്കുന്നത്. എന്താ കാലിയാണെന്നോ? പോക്കറ്റ്, കുപ്പി, ഗ്ലാസ്, അല്ല ഇതിൽ ഏതാണ് കാലിയായത്? ഞാൻ ഉദ്ദേശിച്ചത് ആ കാലിയല്ല, എന്റെ പേരാണ് പറഞ്ഞത്. കാലിയ. നിങ്ങളൊരു സാധനം വാങ്ങാനല്ലേ പാരീസിലേക്ക് വന്നത്? ഞങ്ങൾ ഒരു സാധനം ഐഫിൽ ടവർ വാങ്ങാനാ വന്നത്, അതും എന്റെ അനിയന് വേണ്ടി. ഞാനും അതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിനൊരു 5000 കോടി ഡോളർ ചെലവാകും. നാളെ ഞങ്ങളുടെ യാർഡിലേക്ക് ലഞ്ച് കഴിക്കാൻ വരൂ. ഡീലൊക്കെ അവിടെ വെച്ച് ഞാൻ താങ്കളെ ഫോൺ ചെയ്ത് അഡ്രസ് ഒക്കെ പറഞ്ഞു തരാം. ഇൻസ്പെക്ടർ പാണ്ഡയോട് പറയൂ, ആ കാലിയ വ്യാജരേഖയുമായി നമ്മളെ നാളെ കാണാൻ വരുന്നുണ്ടെന്ന്. ഹലോ. ഹലോ. വെൽക്കം വെൽക്കം കാലിയ. അതെ, എന്റെ അനിയനെ കാലിയാന്ന് വിളിക്കരുത്. വലിയേട്ടാ, അയാളുടെ പേരാണ് കാലിയ. യെസ്, ഞാനാണ് താങ്കളെ ഐഫൽ ടവർ വിൽക്കുന്നതിനെ പറ്റി പറയാൻ വിളിച്ചത്. താങ്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആ ഐഫൽ ടവർ ഞാൻ താങ്കൾക്ക് തന്നെ വിൽക്കാം. താങ്കളുടെ ആഗ്രഹവും അങ്ങനെ തന്നെയല്ലേ? അല്ല നിയ, ആക്ച്വലി ഇവിടെ എത്ര ഐഫിൽ ടവറാ ഉള്ളത്? അതൊന്നേ ഉള്ളൂ മോട്ടാഭായ്. സംശയമുണ്ടോ? പേപ്പേഴ്സ് ഒക്കെ എവിടെയെന്ന് പറയൂ. എന്റെ കയ്യിലുണ്ട്, പക്ഷെ അതിന് 5000 കോടി ഡോളർ വില വരുന്നതാണ്. അതൊന്ന് കുറയ്ക്കുന്നേ. $3000 നമുക്ക് വില ഉറപ്പിക്കാം. നോ. ശരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു $4000 ഉറപ്പിക്കാം. അതേതായാലും കൊള്ളാം വലിയേട്ടാ. അതെ, 10 കോടി രൂപയ്ക്ക് നമുക്ക് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി വാങ്ങണ്ടല്ലേ? അത് വെച്ച് നോക്കുമ്പോ ഐഫൽ ടവറിന് ഈ 5000 കോടി വളരെ കുറവല്ലേ? എല്ലാവരും മണ്ടന്മാരാ. അഥവാ ബാർഗെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലേ നമ്മൾ ബിസിനസ്മാൻമാരല്ല, ബിസിനസ്മാൻമാരായിട്ട് അഭിനയിക്കുകയാണെന്ന്. അഭിനയമോ? ആഹാ, ഇദ്ദേഹം നല്ലൊരു നാടക നടനും കൂടിയാ. അതുകൊണ്ട് ഞങ്ങൾ ലണ്ടനിലെ ആൽബർട്ട് ഹാളും വാങ്ങി. ശരിയല്ലേ അനിയന്മാരെ? അതെ, വളരെ ശരിയാണ്. സാറിനോടാ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ. സാറിന് അവര് മണ്ടനാക്കാൻ നോക്കുക. ഇവന്മാര് ബോസിനെ വെട്ടിയാക്കാൻ നോക്കുകയാണ്. ഞങ്ങൾ ലോകത്തെ തന്നെ വിഡ്ഢികളാക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ വിഡ്ഢിത്തരം കാണിക്കുന്നു. പമ്പര വിഡ്ഢികളെ, നിങ്ങൾ ബിസിനസ്മാൻമാരെ അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതാ ബിസിനസ്മാൻമാരായിട്ട് അഭിനയിച്ചാൽ പിടിക്കപ്പെടുമെന്ന്. ഞാൻ വാച്ച്മാൻ ആയിക്കോളെന്ന് പറഞ്ഞതാ. എന്നിട്ടും ആ ക്രൈംബ്രാഞ്ചിലെ ചീഫ് സമ്മതിച്ചില്ല. ക്രൈംബ്രാഞ്ചോ? നിങ്ങളിവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് വന്നതാണ്. ഇനി പോകുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകും. കൂടാതെ നിന്നെയും ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകും. അടിക്കവനെ. ഇന്നാ പിടിച്ചോ. ഇനി നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണട്ടെ ഞാൻ. തോക്ക് കാട്ടി പേടിപ്പിക്കുന്നോ എന്നെ? ഇതാ പിടിച്ചോ. ഒന്നും കാണാൻ പറ്റുന്നില്ല. ചാടിക്കോ. രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കണ്ട. നിങ്ങളെ പോലീസുകാർ ചുറ്റി വളച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിൽ വ്യാജരേഖകളുണ്ട്. വിടരുതവനെ. അയ്യോ, ഇവന്മാര് പുറകെ നിന്ന് വിടുന്ന ലക്ഷണമില്ലല്ലോ. ഇന്ന് നമ്മൾ കാലിയെ പിടിച്ചിരിക്കും. ഇവന്മാരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഈ ഡ്രംസ് എടുത്തെറിയാം. അങ്ങോട്ട് നോക്കൂ, അവൻ ഡ്രംസ് എടുത്തുണ്ട്. സൂക്ഷിക്കണം.
ആഹാ, മുമ്പിൽ ഒരു ബ്രിഡ്ജ് ആണല്ലോ. ഈ കോണി വഴി മുകളിലേക്ക് കയറി രക്ഷപ്പെടാം. ഞങ്ങൾ വരുന്നു. അതാ ഒരു ഫ്രിഡ്ജിലേക്ക് കയറുകയാണ്. എങ്ങോട്ടാ പോണ്ടേ? എക്സ്ക്യൂസ് മീ, നീ ഇപ്പൊ പുറത്തോട്ട് പോകും, ഞാൻ അകത്തേക്ക് കയറും. അതാ പോകുന്നു. ബൈ ബൈ. അയ്യോ, എന്റെ വണ്ടി കൊണ്ട് പോകുന്നേ. ആ ബൈക്ക് എടുത്തോണ്ട് പോയി പിടിക്ക്. അതെ, നമുക്ക് ആ ബൈക്കിൽ കയറി അവരെ പിന്തുടരാം. അയ്യോ, രക്ഷിക്കണേ. ഐസ്ക്രീം. എനിക്ക് വേണ്ടത് മാംഗോ ഫ്ലേവർ ആണ്, ചോക്ലേറ്റ് ഫ്ലേവർ വേണ്ട. അവന്റെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. കാലിയെ ഫോളോ ചെയ്യടാ. പതുക്കെ ഓടിക്കോ, ട്രാഫിക് റൂൾ ഫോളോ ചെയ്യൂ. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കാലിയാണ്. സംശയമുണ്ടോ? റോഡിലേക്ക് ഓയിൽ ഒഴിക്ക്. എന്റെ മേക്കപ്പ് എല്ലാം വൃത്തികേടാക്കി. കാലിയ, നിൽക്കവിടെ. ഒരിക്കലുമില്ല. ഓ, ഞാൻ നന്നായിട്ട് കുടുങ്ങി. സൈഡ് കാർ നിൽക്ക്. ഇതിനെന്താ വാച്ച് കമാൻഡ് അറിഞ്ഞുകൂടെ? നീങ്ങി പോകൂ, മാറിപ്പോകൂ. I am back. ഓഹോ, പെട്രോൾ തീർന്നു പോയിന്ന് തോന്നുന്നു. ബോസ്, നമുക്ക് ഈ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കയറിയാലോ? ഇവിടെ നവന്മാരുടെ കണ്ണുവെടിച്ച് നമുക്ക് കടന്നു കളയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? വേഗം വരൂ. നോക്കിയേ, അതവരുടെ വണ്ടിയാണ്. തീർച്ചയായും അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. ഇത്രയും വലിയ സ്ഥലത്തിൽ എവിടെ നിന്ന് വെച്ചാണ് നമ്മൾ അന്വേഷിക്കുക? ഞാൻ മുകളിലൂടെ പറന്നു പോയി നോക്കാം. അവിടെയുണ്ട്. സംശയമുണ്ടോ? വേഗം പിടിക്കവരെ. വിളിക്കണം. രണ്ടുപേര് ആ വഴി പോ, രണ്ടുപേര് ഈ വഴി പോ. ബാക്കിയുള്ളവർ എന്റെ പുറകെ വാ. ഇവിടം ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്.
പപ്പു നീ എന്റെ കൂടെ വാ, നമുക്കും പോയി ഒളിച്ചിരിക്കാം. വാ. എങ്ങോട്ടാ? നമ്മളെ ഇവിടെ വന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അയ്യോ, ഇതെങ്ങനെയാ ഓടുന്നത്? അയ്യോ, ഇത് ആരെങ്കിലും ഒന്ന് നിർത്തണേ, രക്ഷിക്കണേ. അവർ രണ്ടും അതാ പോവുകയാണ്. ഞങ്ങൾ അവരെ പിടിച്ചോളാം. നിങ്ങൾ വേഗം പോയി കാലിയെ പിടിക്കാൻ നോക്കുക. ഓക്കെ സർ, വേഗം എഴുന്നേൽക്ക്. ട്രെയിനെ നിർത്തൂ. അല്ല, അവിടെ എന്താ ഒരു ബഹളം? ദേ നോക്കിയേ, അവിടെ ഒളിച്ചിരിപ്പുണ്ട് കാലിയ. പിടിക്കവനെ. അയ്യോ തള്ളല്ലേ, ഞാൻ വീഴും. ഈ വണ്ടിയിൽ കയറി രക്ഷപ്പെടാം. നമുക്ക് ആ കാലിയെ പിടിച്ചേ പറ്റൂ. കാലിയ, നിൽക്കവിടെ. പണി പണി, വേഗം പിടിക്കവരെ. അയ്യോ, എനിക്ക് വല്ലാതെ തല കറങ്ങുന്നേ. ബൈ ബൈ. എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ട് കാലി രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഒന്ന് വേഗം എഴുന്നേക്ക്. ഇതൊന്ന് വേഗം നിർത്ത. അയ്യോ, രക്ഷിക്കണേ. തല കറങ്ങുന്നേ. ഇതൊന്ന് നിർത്തണേ. ഇതാരെങ്കിലും ഒന്ന് നിർത്തണേ. നിങ്ങൾ വേഗം ആവശ്യത്തേക്ക് വാ. കാലിയ, നിൽക്കവിടെ. ഞാൻ തയ്യാറായി. ഉറങ്ങിക്കൊണ്ടിരിക്കണോ യൂസ്ലെസ് ഫെലോസ്? എഴുന്നേക്ക്, വേഗം പിടിക്കേ, അല്ലെങ്കിൽ എല്ലാരും രക്ഷപ്പെട്ടു പോകും. അവർ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അവരെ വിടരുത്. അവനെ ഉടനെ പിടിച്ചേ മതിയാകൂ. നിൽക്കൂ, ഞാനിത് നിർത്താം. ഇല്ല. അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ, തലയും കറങ്ങുന്നുണ്ടേ. ഇവിടെ എന്റെ എല്ലൊടിഞ്ഞെന്താ തോന്നുന്നേ. വേഗം ആശുപത്രിയിലോട്ട് പോകാം. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങളിത് ഇവരെ നോക്കിയോ, ഞങ്ങള് കാലിയെ പോയി നോക്കാം. ഇനി നിങ്ങൾക്ക് എവിടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല.
പുറകിന്ന് മാറുന്നില്ലല്ലോ. കാലിയ, ഇപ്രാവശ്യം നീ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇതിന്റെ മുകളിലേക്ക് കയറാം. അപ്പൊ പിന്നെ യുവമാർക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല. അയ്യോ, അവൻ ജോയിന്റ് റീലിൽ കയറിയല്ലോ. എല്ലാവരും വാ, നമുക്ക് പോയി കയറാം. ഞാനിതിനെ പിടച്ചു കയറുന്നേ, എനിക്ക് ചുമ്മാ അങ്ങ് പറന്ന് കയറിയാ പോരെ. ആ മിഠായി എനിക്ക് തരൂ. അയ്യോ, ഇവൻ കരയുകയാണല്ലോ. ഇന്ന് ഈ കാലിയെ ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും. സംശയമുണ്ടോ? അയ്യോ, എന്നെ കൊത്തല്ലേ. വേണ്ട വേണ്ട. രക്ഷപ്പെട്ടു. അതെ, പക്ഷെ അത് എന്നേക്കുമായിട്ടല്ല. ഞാനും വരുന്നുണ്ട്. എനിക്കും അയാൾക്ക് 2 ഇടി കൊടുക്കണം. ഇവിടെ വരൂ, എന്നിട്ട് എന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. എന്നാ വാ, ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, ഇനി എന്നെ കൊത്തല്ലേ പ്ലീസ്. കാലിയ ഹോർ ഹൗസിലേക്ക് പോയി. കൊച്ചളിയ, എനിക്ക് ഭൂതത്തിനെ ഭയങ്കര പേടിയാ. നീ പേടിക്കണ്ട, എന്റെ കൂടെ വാ. അല്ല, തന്നെ കണ്ടിട്ട് കാലിയെ പോലെ തന്നെയുണ്ടല്ലോ. കണ്ടാൽ കാലിയെ പോലെ തോന്നിക്കുന്നവരെല്ലാം തന്നെ കാലിയാകണമെന്നില്ല. അയ്യോ സോറി, ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി പോയതാ. ഹണി, അത് കാലിയ തന്നെയാണ്. പിടിക്കവനെ. വേഗം തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യ. ഇതാണ് കാലിയ. സംശയമുണ്ടോ? വേഗം അവരെ പിടിക്കൂ. നിങ്ങൾ എന്റെ അത്രയ്ക്ക് ബുദ്ധിമാനോ കഴിവുള്ളവരോ അല്ല. എന്നാലും നിങ്ങൾ ഇവരെ പിടിച്ചിരിക്കുന്നു. ഒന്ന് നിൽക്കൂ, ഒരു കാര്യം കൂടി തരാനുണ്ട്. പിന്നെ ഇതാണ് ഐഫിൽ ടവറിന്റെ വ്യാജരേഖ. എന്നാ വാ, ഇവനെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള കേസെല്ലാം ആദ്യം തീർക്കണം. എന്നിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ അയച്ചു വെക്കാം. ഞാൻ ഈ പട്ടിയുടെയും പൂച്ചയുടെയും തത്തയുടെയും മുന്നിൽ തോറ്റുപോയി. ആയുധം കൊണ്ട് ജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയും. സംശയമുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ മാത്രമില്ലായിരുന്നെങ്കിൽ ഇവന്മാരെ പിടിക്കുന്നത് മാത്രമല്ല തൊടാൻ പോലും കഴിയില്ലായിരുന്നു. യു ആർ വെൽക്കം. കാലിയ, ഇനി നീ ജയിലിൽ മാവാട്ടിയും ദോശ ഉണ്ടാക്കിയും വിറ്റോ. ബോസ്, നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ പൊളിഞ്ഞു. ഇനിയുള്ള കാലം മുഴുവൻ ജയിലിലാണോ? ചപ്പാത്തിക്ക് മാവ് കുഴക്കേണ്ടി വരുമല്ലോ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.